നമസ്കാരം. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നതെന്നും വീടുകളുടെ വിൽപ്പനയെ സംബന്ധിച്ച് പരാതി നൽകിയാൽ വിശദമായി അന്വേഷിക്കാമെന്നും മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലൂടെയും മറയൂരിലെ ചില ആളുകൾ വൈകുന്നേര സമയങ്ങൾ, അത് പ്രത്യേക ഒരു സമയമുണ്ട്, ഒരു 7 മണിക്ക് ശേഷവും രാത്രി 12, 2 മണി വരെയൊക്കെയാണ് ഈ സൈറ്റുകളിലെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ചർച്ച ചെയ്തതിന് ഔദ്യോഗികമായി മറുപടി പറയേണ്ടതായ ഒരു കാര്യം പഞ്ചായത്ത് ഭരണസമിതിക്കോ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലോ ഞങ്ങൾക്കില്ല. ഇപ്പോൾ CPM-ൻ്റെ നേതൃത്വത്തിൽ മറയൂരിലെ ബ്ലോക്ക് നമ്പർ 48 സർവേ നമ്പർ 39 വരുന്ന സ്ഥലത്ത് 2014-15 കാലത്ത് അന്നത്തെ UDF സർക്കാർ, ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സീറോ ലാൻഡ് പദ്ധതി പ്രകാരം ഭൂമിയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഭൂമി നൽകണമെന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ലിസ്റ്റുകൾ ശേഖരിച്ച് ഏതാണ്ട് 3 വർഷത്തെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായി ആണ് ആ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സീറോ ലാൻഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു വന്നത്. അന്ന് ഉൾപ്പെട്ടു വന്ന മറയൂരിലെ 2 സ്ഥലങ്ങളാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ 48 സർവേ നമ്പർ 39 ചെമ്മണ്ണുകുഴി ഭാഗത്തും, അതോടൊപ്പം തന്നെ 277 ബാബു നഗറിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ആ 1 ഹെക്ടർ സ്ഥലത്തുമാണ് അന്ന് മറയൂരിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. കാന്തല്ലൂരിലെ പെരടിവള്ളം, അതുപോലെ തന്നെ കീഴാന്തൂര്, ദണ്ടുക്കൊമ്പ്, അങ്ങനെ 2-3 സ്ഥലങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിലും ഗുണഭോക്താക്കളെയും അതുപോലെ തന്നെ മറയൂരിലെ ചുരുക്കം ചില ഗുണഭോക്താക്കൾക്ക് പള്ളിവാസൽ വില്ലേജിലെ ചിത്രപുര ഭാഗത്തും ലഭിച്ചിരുന്നു. അങ്ങനെ ലഭിച്ച ആളുകൾക്ക് പട്ടയം അനുവദിച്ചെങ്കിൽ പോലും ഈ ആളുകൾ വില്ലേജ് ഓഫീസിലും തഹസിൽദാർ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയെങ്കിൽ പോലും ഇവർക്ക് യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി 2016 ഭരണസമിതിയിലെ ഗുണഭോക്താക്കൾ മറയൂർ പഞ്ചായത്തിനെ സമീപിക്കുകയും മറയൂർ പഞ്ചായത്ത് ബന്ധപ്പെട്ട സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായി സംയോജിതമായി ആലോചിച്ച് അതിൻ്റെ നടപടികളുടെ ഭാഗമായി മറയൂർ പഞ്ചായത്തിലെ അനുവദിക്കപ്പെട്ട ചെമ്മണ്ണുകുഴി ഭാഗത്ത് ഏതാണ്ട് 50ഓളം ആളുകളാണ് അന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ട് പഞ്ചായത്തിനെ പട്ടയം ലഭിച്ച ആളുകൾ സമീപിച്ചത്. ആ പട്ടയം ലഭിച്ച ആളുകൾ പഞ്ചായത്തിനെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ ആ വാർഡിലെ മെമ്പറും ഞങ്ങൾ ഉൾപ്പെടുന്ന ടീമുകൾ സർവേയുടെയും വില്ലേജിലെ അധികാരികളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി 3 സെൻറ്റ് സ്ഥലം വെച്ച് അതിൻ്റെ ഫ്ലോട്ട് തിരിക്കുകയും നിലവിലുള്ള ആളുകളെ കണ്ടെത്തി ആ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഏതാണ്ട് 35-നടുത്ത് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് 10 സെൻറ്റ് സ്ഥലം കമ്മ്യൂണിറ്റി ഹാളും അംഗൻവാടി നിർമ്മിക്കുന്നതിന് മാറ്റിയിട്ടിരുന്നു. പഞ്ചായത്തിൻ്റെ MCF സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 സ്ഥലം മാറ്റിയിട്ടിരുന്നു, 5 സെൻറ്റ് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് ആ നടപടികളെല്ലാം പൂർത്തീകരിച്ചത്. അപ്പോൾ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് അതിലെ അനർഹർ ഇതിൽ കടന്നുകൂടിയെന്ന്. സാധാരണ രീതിയിൽ ഒരു ലിസ്റ്റ് ഇന്ന് തീരുമാനിച്ച് നാളെ സ്ഥലം കടന്നു കൊടുക്കുന്ന നടപടിയല്ല. ഇതിലെ ലിസ്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിക്കുകയും ഈ അപേക്ഷകൾ പഞ്ചായത്തും അല്ലെങ്കിൽ വില്ലേജ് ഒക്കെ ഈ ലിസ്റ്റുകൾ സൈറ്റുകളിലും അതോടൊപ്പം തന്നെ വില്ലേജുകളിലും ഒക്കെ ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതിന് ആക്ഷേപം സ്വീകരിച്ച് ഈ ആക്ഷേപത്തിൻ്റെ ഭാഗമായി ആക്ഷേപത്തിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട് അതിനൊക്കെ അവസരം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റുകളൊക്കെ അന്തിമമാക്കിയത്. അങ്ങനെ പരാതി ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ 2014 ലിസ്റ്റ് പുറപ്പെടുവിപ്പിച്ചപ്പോൾ ആരും തന്നെ പരാതി കൊടുത്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. 2016 ഈ സ്ഥലം അളന്നു കൊടുത്തപ്പോഴും നിലവിൽ ആരും തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരാതി രേഖാമൂലം കൊടുത്തതായിട്ടുള്ളതൊന്നും നിലവിൽ കാണുന്നില്ല. ഇന്ന് 2016 ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഈ സ്ഥലം കൈപ്പറ്റിയ ആളുകൾ ചിലർ മരണപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സ്ഥലത്ത് സ്ഥലമുള്ളതിൻ്റെ പേരിൽ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളുണ്ടാവാം. അങ്ങനെയുള്ള ഒഴിവ് വരുന്ന ഫ്ലോട്ടുകൾ 1-2 അവിടെ ഉണ്ടെന്നാണ് എനിക്ക് നിലവിൽ അതിൻ്റെ സ്കെച്ചും അതിൻ്റെ നിലവിലുള്ള ഫീൽഡ് മാപ്പും ഒക്കെ എൻ്റെ പഞ്ചായത്തിൻ്റെ കൈകളിലുണ്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു റവന്യൂ ലാൻഡ് പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഒരാൾക്കും പതിച്ചു കൊടുക്കുന്നതിനുള്ള അവകാശമോ അനുമതിയോ ഇല്ല. അതിന് ചെയ്യേണ്ട നടപടിക്രമം എന്ന് പറയുന്നത് സ്ഥലമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട
തഹസിൽദാർക്കോ കളക്ടർക്കോ അപേക്ഷ കൊടുത്തുകൊണ്ട് ഇന്ന ഫ്ലോട്ട് വേക്കൻ്റ് ആയതുകൊണ്ടെന്ന് ആ വേക്കൻ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപേക്ഷ കൊടുത്തെങ്കിൽ സർക്കാർ തലത്തിലെടുക്കേണ്ട തീരുമാനം മാത്രമാണ് സ്ഥലം അനുവദിക്കുക എന്നുള്ളത്. അല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിലവിലെ ഇവിടെ കിടക്കുന്ന റവന്യൂ സ്ഥലം പതിച്ചു കൊടുക്കുന്നതിനുള്ള മറ്റ് അധികാരമൊന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് സർക്കാർ നൽകിയിട്ടില്ല. പഞ്ചായത്തിന് ഒരു 5 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ പോലും അതിന് തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട കളക്ടറാണ്. ആ കളക്ടർക്ക് അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ ആരോപണം ഉന്നയിക്കുന്നത് അനർഹര വീട് വെച്ച് വിറ്റു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 2 ദിവസമായി ഇവിടുത്തെ നിലവിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നത് പഞ്ചായത്ത് മെമ്പർ സ്ഥലം വാങ്ങി വിറ്റു എന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് ചോദിക്കുന്നത്, ഇന്ന് ഇവിടെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വിവരാവകാശം കൊടുക്കുന്ന നിരവധി വിവരാവകാശ തൊഴിലാളികൾ അല്ലെങ്കിൽ അതിനുള്ള മുൻകൈ എടുത്തെടുക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ പഞ്ചായത്തിലേക്ക് ഇന്ന മെമ്പർ ഇന്ന പോലെ സ്ഥലം വീട് അനുവദിച്ച് കിട്ടി വീട് വിറ്റിട്ടുണ്ടോ എന്ന് ഇവിടെ ഒരു പേപ്പർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 30 ദിവസ കാലാവധിയിൽ മറുപടി കിട്ടും. വില്ലേജ് ഓഫീസിൽ പോയി സർവേ നമ്പർ 39-ൽപ്പെട്ട ഇന്ന വ്യക്തിക്ക് സ്ഥലം കൊടുത്തത് വിറ്റിട്ടോ ഉണ്ടോ എന്ന് വില്ലേജ് ഓഫീസിലെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. ഈ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം അവർക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ആ പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ നടപടികളിലൂടെ മാത്രമേ അവർക്ക് അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ, അല്ലാണ്ട് വെറുതെ ഒരാളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല. ആ ആക്ഷേപം ഉന്നയിക്കുന്നത് ആ മെമ്പറിൻ്റെ പേരിൽ നിലവിൽ ഈ പ്രദേശത്ത് ഭൂമി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അന്നത്തെ സീറോ ലാൻഡ് ലിസ്റ്റിൽ അദ്ദേഹം അപേക്ഷ കൊടുക്കുകയും അദ്ദേഹം അതിന് അർഹരാണെന്നുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിൻ്റെ പേരിൽ മാത്രമായിരിക്കും സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. സ്ഥലം അനുവദിച്ചിരിക്കുന്ന ആൾക്ക് അവർ അനുവദിച്ചതിൻ്റെ ഭാഗമായി ലൈവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് വീട് വാങ്ങിച്ചതുള്ളതും യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ ആ വീടുകളുടെ നിലവിലുള്ള അവസ്ഥ ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അല്ലെ ആർക്കാണോ മനസ്സിലാക്കേണ്ടത് അവർ അപേക്ഷ കൊടുത്ത് മനസ്സിലാക്കേണ്ടതാണെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് തെറ്റാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങളായി ഇന്നും ലൈഫിൻ്റെ ലിസ്റ്റിലും PMA ലിസ്റ്റിലുമായി 1000-ഓളം ആളുകൾ വീടിന് വേണ്ടി മറയൂരിലെ ലിസ്റ്റിൽ അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലമില്ലാത്തത് ഏതാണ്ട് 195-ഓളം പേര് നിലവിലെ ലിസ്റ്റിൽ മറയൂർ പഞ്ചായത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ അർഹതയുള്ള ആളുകൾ ആരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് അവിടെ സ്ഥലം വേക്കൻ്റ് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ഫോറങ്ങളിൽ അപേക്ഷ കൊടുപ്പിച്ചുകൊണ്ട് അത് അനുവദിക്കുന്ന മുറയ്ക്ക് ആ ആളുകൾക്കുള്ള സ്ഥലം വാങ്ങുന്നതിന് പഞ്ചായത്ത് മുൻകൈ എടുക്കുമെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് അറിയാനുള്ളത്. പിന്നെ വിറ്റ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമഗ്ര അന്വേഷണത്തിന് ഈ സമരം നടത്തിയ ആളുകൾ തയ്യാറാണെങ്കിൽ അത് ഞങ്ങളുടെ അറിവിലുള്ള കാര്യം ഞങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയും. നിലവിലെ നമ്മുടെ EMS ഭവന പദ്ധതിയിൽ സ്ഥലം വാങ്ങിയ ഈ പറയുന്ന എല്ലാ പാർട്ടിയിലെ ആളുകളുണ്ട്, വിറ്റവരുണ്ട്. അത് ചിലപ്പോൾ കോൺഗ്രസ് കാണുമായിരിക്കാം, BJP കാണുമായിരിക്കാം, അതോടൊപ്പം തന്നെ CPM കാണുമായിരിക്കാം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റുകൾ, അറിവുള്ള ലിസ്റ്റുകൾ പറഞ്ഞു തരാനുള്ള ഒരു ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ മാനദണ്ഡം പറയുന്നുണ്ട്. 12 വർഷത്തിനുള്ളിൽ 12 വർഷങ്ങൾക്ക് ശേഷം അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ അവരുടെ സാമ്പത്തികമൊക്കെ ബന്ധപ്പെട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ചിലപ്പോൾ ഇത് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള അവകാശികളോ കൈമാറി കൊടുക്കാമെന്നുള്ള ക്ലോസ് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 12 വർഷത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. 12 വർഷത്തേക്കുള്ളിന് ശേഷം അവർക്ക് അത് സ്വന്തം ക്രിയാവിക്രിയ ചെയ്യാനുള്ള അവകാശം സർക്കാർ തലത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതൊക്കെ വർഷങ്ങളിൽ കൊടുത്ത വീടുകളാണെന്ന് പരിശോധിക്കാൻ തന്നെ രേഖാമൂലം ഇതിനുള്ള പരാതികൾ പഞ്ചായത്തിൽ തരുവാണെങ്കിൽ അനുഭവപൂർവ്വം ഈ പരാതികൾ പരിശോധിക്കുന്നുള്ള നടപടി ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചുമതലപ്പെടുത്തി അന്വേഷിക്കുന്നതാണ്. പക്ഷേ അത് ഏകപക്ഷീയമായിരിക്കരുത്. ഏകപക്ഷീയമായിട്ട് ഒരാളുടെ പേരിലെ പരാതിയാണ് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ അത് കാണുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പരാതി തരുന്ന ആളുകൾ ഏകപക്ഷീയമായിട്ട് തരാതെ ഇതുപോലെ മറയൂർ പഞ്ചായത്തിലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് പരാതി തരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പരിശോധിക്കുന്ന നടപടിയുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നതാണ് അറിയിച്ചോളൂ. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.